നമുക്കൊരു ഡ്രോയിങ് ആയാലോ? വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നൊരു പെൻസിൽ ഡ്രോയിങ് ആട്ടോ. നമുക്ക് എളുപ്പത്തിൽ വരച്ചെടുക്കാം. വലിയ ആഡംബരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അടിപൊളിയായിട്ട് വരച്ചെടുക്കാൻ പറ്റുന്നൊരു ഡ്രോയിങ് ആട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനൊരു മാർജിനൊക്കെ വരച്ചു കൊടുത്ത് നമുക്കൊരു 2 ബോക്സായിട്ട് അതിനെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ആ പേപ്പറിൻ്റെ അകത്ത് തന്നെ. എന്നിട്ട് നമുക്ക് 2 ബോക്സിലും പെൻസിൽ കൊണ്ട് ഒരു ഷെയ്ഡ് ലൈറ്റായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അത് 2 ബോക്സിലും വരച്ച് കൊടുത്തിട്ട് നമുക്ക് വേണ്ട പിക്ചർ ഏതാണോ ആ പിക്ചർ നമുക്ക് ഞാൻ പെൻസിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് റഫായിട്ട് വരയ്ക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് മാർക്കർ വെച്ചിട്ട് വരയ്ക്കാം. അപ്പോൾ റഫായിട്ട് നമുക്ക് വേണ്ട ചിത്രം വരച്ചെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് മാർക്കർ ഉപയോഗിച്ച് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം, കളർ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് മാർക്കർ വെച്ച് ഞാനൊന്ന് ഫുള്ളാക്കി എടുക്കുകയാണ്. ഇനി ഇവർക്ക് 2 പേർക്കും നമുക്ക് ഈ മാർക്കർ വെച്ച് തന്നെ മൊത്തം നമുക്ക് ബ്ലാക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. വേറെ സാധനങ്ങളോ ഒന്നും വേണ്ട, കളറോ ഒന്നും വേണ്ട. ഇങ്ങനെ ഒരു മാർക്കർ മാത്രം മതി. മാർക്കർ ഇല്ലെങ്കിൽ ഒരു ബ്ലാക്ക് പെന്നായാലും മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ 2 പേർക്കും കളർ അടിച്ചു കൊടുത്തു. ഇനി അതിന് ശേഷം സൈഡിലായിട്ട് നമുക്കൊരു മരം വരച്ചു കൊടുക്കാവേ. ഈ മരത്തിൽ നമുക്ക് ഇലകളൊന്നുമില്ല, ശിഖരം മാത്രമായിട്ട് നമുക്ക് നല്ല കറുപ്പിച്ച് ഇതുപോലെ ശിഖരം മാത്രമായിട്ടുള്ള രീതിയിൽ വരച്ചു കൊടുക്കാം. അതും നമുക്ക് ഫുള്ളായിട്ട് ബ്ലാക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം താഴെ കൂടെ നമുക്ക് പുല്ലാണ് വരയ്ക്കുന്നത്. പുല്ല് പോലെ ചെറിയ വരകളിട്ടിങ്ങനെ വരച്ചു കൊടുക്കാം. ഇവിടെ നമ്മളൊരു മരം പോലെയാണ് വരയ്ക്കുന്നത്. കുഞ്ഞു 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 ഡോട്ടുകൾ പോലെ ഇങ്ങനെ വലുതും ചെറുതും ഒക്കെ ആയിട്ട് കുറച്ച് ഭാഗം കറുപ്പിച്ചും ഒക്കെ ആയിട്ട് നമുക്കൊരു കുഞ്ഞു ട്രീ പോലെ അവിടെ ഇങ്ങനെ വരച്ചെടുക്കാം. ട്രീയുടെ ഇലകൾ പോലെ അതുപോലെ നമ്മളിങ്ങനെ വരച്ചെടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാവേ. ഇനി മാർക്കർ വെച്ചിട്ട് തന്നെ നമുക്ക് 2 നൈറ്റ് കൂടി ചെയ്ത് കൊടുക്കാവേ. കണ്ടോ എത്ര സിമ്പിളായിട്ട് നമ്മളിതിപ്പോൾ ചെയ്ത് കഴിഞ്ഞതെന്ന് നോക്കിക്കേ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് പുറത്തോടെയൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്തപ്പോഴൊക്കെ പുറത്തേക്കൊക്കെ വന്ന പെൻസിലിൻ്റെ ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് മായ്ച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വൃത്തിക്ക് നമുക്ക് ആ പിക്ചറിങ് എടുക്കാവേ. നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കേട്ടോ ഇരിക്കുന്നത്. നല്ല രസമില്ലേ കാണാനായിട്ട്. നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഇത്രയും പെട്ടെന്ന് വരച്ച് തീർക്കാൻ പറ്റുന്നൊരു പടം കേട്ടോ. അപ്പം നിങ്ങളും ഇതൊന്ന് വരച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. എനിക്ക് എന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടു. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു പടമാണേ.